കൂത്തുപറമ്പ് വെടിവെപ്പ് അന്വേഷിച്ച തലശ്ശേരി ജില്ലാ സെഷൻസ് ജഡ്ജി കെ പത്മനാഭൻ നായർ കമ്മീഷൻ അന്നത്തെ ASP റവാഡ ചന്ദ്രശേഖരെ പൂർണ്ണമായും കുറ്റവിമുക്തനാക്കിയിരുന്നുവെന്ന വാദം ചർച്ചയാക്കുന്ന CPM കേസിൽ റവാഡ ചന്ദ്രശേഖറിന്റെ മൊഴിയിൽ കാണിക്കുന്നത് മൗനമാണ്. MV രാഘവനെ വധിക്കാൻ DYFI പ്രവർത്തകർ ശ്രമിച്ചതിനെ തുടർന്നാണ് കൂത്തുപറമ്പ് വെടിവെപ്പുണ്ടായതെന്ന് തലശ്ശേരി പ്രിൻസിപ്പൽ അസിസ്റ്റന്റ് സെഷൻസ് കോടതിയിൽ മൊഴി നൽകിയ ആളാണ് തലശ്ശേരി ASP ആയിരുന്ന റവാഡ. MV രാഘവനെ വിടില്ലെന്ന DYFI നേതാക്കൾ തന്നോട് പറഞ്ഞിരുന്നുവെന്നും അക്കൂട്ടത്തിൽ തിരിച്ചറിഞ്ഞ DYFI നേതാക്കളായ M സുരേന്ദ്രൻ, പാനോളി വത്സൻ, MV ജയരാജൻ തുടങ്ങി 8 പേരുടെ വിവരങ്ങളാണ് FIR-ൽ ചേർത്തതെന്നും മൊഴിയിലുണ്ടായിരുന്നു. എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിന്റെ നിർദ്ദേശപ്രകാരമാണ് വെടിവെച്ചതെന്നും മൊഴി നൽകി. അതിന്റെ പേരിൽ DYFI-യും CPM-ഉം പ്രതിസ്ഥാനത്തു നിർത്തിയ റവാഡയാണ് ദേശാഭിമാനി അടക്കം ന്യായീകരിക്കുന്നത്. എല്ലാ അർത്ഥത്തിലും റവാഡയെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷ് കുറ്റവിമുക്തനാക്കി. അപ്പോഴും മൊഴി മൗനമായിരുന്നു. ഇതേ രീതിയിൽ തന്നെയാണ് ദേശാഭിമാനിയും പ്രതിരോധം തീർക്കുന്നത്. സംസ്ഥാന പോലീസ് മേധാവി നിയമനവുമായി ബന്ധപ്പെട്ട് ഒരു വിഭാഗം മാധ്യമങ്ങൾ പ്രചരിപ്പിച്ച കഥകളെല്ലാം പൊളിഞ്ഞതോടെ കൂത്തുപറമ്പ് വെടിവെപ്പിന്റെ പേരിൽ മുതലക്കണ്ണീരൊഴുക്കൽ. 5 യുവാക്കൾ അതിദാരുണമായി കൊല്ലപ്പെട്ടപ്പോൾ ഒന്ന് അനുശോചിക്കുക പോലും ചെയ്യാത്തവരാണ് ഇപ്പോൾ പൊട്ടിക്കരയുന്നത് എന്ന് ദേശാഭിമാനി വിശദീകരിക്കുന്നു. പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് ADGP അജിത് കുമാറിനെ കുറ്റവിമുക്തനാക്കുന്നുവെന്നായിരുന്നു ഏറെക്കാലം മാധ്യമങ്ങളുടെ ആഘോഷം. ഒടുവിൽ എഴുതിയത് അജിത് കുമാർ കുറ്റക്കാരനെന്ന് കണ്ടെത്തി അന്വേഷണ റിപ്പോർട്ട് നൽകിയെന്നാണ്. ഇതേ ADGP-യെ സംസ്ഥാന പോലീസ് മേധാവിയാക്കാൻ വഴിവിട്ട നീക്കമെന്ന പരമ അബദ്ധമായി പിന്നീട്. പോലീസ് മേധാവി നിയമനത്തിലെ നടപടിക്രമങ്ങളും ചട്ടങ്ങളും അറിയാവുന്ന ആർക്കും ഒറ്റനോട്ടത്തിൽ തന്നെ ഇത് കള്ളക്കഥയാണെന്ന് ബോധ്യമാകും. സംസ്ഥാനം അയക്കുന്ന പട്ടികയിൽ നിന്ന് മാനദണ്ഡം, സീനിയോറിറ്റി, പ്രവർത്തന മികവ് എന്നിവ കണക്കാക്കിയാണ് UPSC അന്തിമ പട്ടിക തയ്യാറാക്കുക. അതിൽ നിന്ന് മികച്ചയാളെയാണ് നിയമിക്കുന്നത്. 30 വർഷം സർവീസുള്ള DGP-മാർ ഇല്ലെങ്കിലേ അതിന് താഴെയുള്ള ADGP-മാരെ പരിഗണിക്കാനാകും. ഇതെല്ലാം മറച്ചാണ് കഥകൾ എഴുതിയത്. തെറ്റിദ്ധാരണ പരത്താനുള്ള ഈ നീക്കം വിലപ്പോവാതായപ്പോൾ ചർച്ച കൂത്തുപറമ്പായി. അതിനും മണിക്കൂറുകളുടെ ആയുസ്സേ ഉണ്ടായിരുന്നുള്ളൂവെന്ന് CPM പത്രം പറയുന്നു. എന്നാൽ ഈ കേസിൽ റവാഡ നൽകിയ മൊഴി DYFI-ക്ക് എതിരായിരുന്നു. അതേക്കുറിച്ച് ദേശാഭിമാനിയും പറയുന്നില്ല. വെടിവെപ്പിന് പ്രധാന കാരണക്കാരനെന്ന് ജുഡീഷ്യൽ കമ്മീഷൻ കണ്ടെത്തിയ DYSP അബ്ദുൾ ഹക്കീം ബത്തേരിക്ക് കമ്മീഷൻ ശുപാർശ പ്രകാരം പിന്നീട് സർവീസിൽ കയറാൻ കഴിഞ്ഞില്ല. അന്ന് കണ്ണൂർ SP ആയിരുന്ന K പത്മകുമാറിനെ 1998 സെപ്റ്റംബർ 29-ന് അറസ്റ്റ് ചെയ്തിരുന്നു. ഇന്നലെയാണ് റവാഡ ചുമതലയേറ്റത്. അതിനുശേഷം കണ്ണൂര് യോഗത്തിൽ അദ്ദേഹം പങ്കെടുത്തു.